എന്തൊക്കെയാ ഇവിടെ നടക്കണേ? മമ്മൂട്ടിയോട് പരസ്യമായി ക്ഷമ ചോദിച്ച് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പൊ കമ്മികളാരായി ഇവര് എന്തേലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് വടിവാളും ഗോളുമായിട്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ വല്ല കാര്യം ഉണ്ടായോ? മമ്മൂട്ടിയുടെ നല്ല ഉദ്ദേശത്തെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അത് തന്നെയല്ല ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയുന്നത്. വയനാട് പോലൊരു ദുരന്തം സംഭവിച്ച സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ് സന്ദർശിക്കാൻ മലയാളത്തിന്റെ മഹാനായ ഒരു നടൻ പോകുമ്പോൾ അതിന് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച ഒരു നേതാവിനെ മാന്യമായിട്ടാണ് മമ്മൂട്ടി കൈകാര്യം ചെയ്തത്. ഞാനൊരു പാർട്ടി വക്താവല്ല എന്നുള്ള നിലയിലാണ് പുള്ളി അവിടെ ഉദ്ദേശിച്ചത്. ആ കാര്യം നടന്നു. പക്ഷെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇത്രയും കാലം CPM-ന് അനുഭാവിയായിരുന്ന കൈരളി TVയുടെ ഭാഗമായിരുന്ന മമ്മൂട്ടിയെ ഈ പറഞ്ഞ സൈബർ പോരാളികൾ വല്ലാണ്ട് അങ്ങ് ശല്യം ചെയ്തു. എന്തേലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വിരകാൻ വേണ്ടിയിട്ട് ഇവരങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം എന്തായി? ഇപ്പം പിണറായി വിജയൻ തന്നെ പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചു. ഈ പറയുന്ന CPM വയനാട് സെക്രട്ടറി റഫീഖും പറഞ്ഞു മമ്മൂട്ടിയെ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല, മമ്മൂട്ടിയുടെ ഉദ്ദേശം കറക്റ്റായിരുന്നു എന്ന് പുള്ളി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിൽ ആരും ഒരു പ്രശ്നമില്ല. മമ്മൂട്ടിയും റഫീഖും തമ്മിൽ പ്രശ്നമില്ല, മമ്മൂട്ടിയും പിണറായി വിജയനും പ്രശ്നമില്ല. പിണറായി വിജയൻ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ക്ഷമയും പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ പറയുന്നു മമ്മൂട്ടിയുടെ ഉദ്ദേശത്തെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഇവരൊക്കെ സോൾവ് ചെയ്യുമ്പോൾ ഇവർ ഈ സൈബർ സഖാക്കൾ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ സഖാക്കൾ അല്ലാത്തവരും ഉണ്ട്. ചില ആരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് ചെയ്യുന്ന ചില ടീംസ് ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. ഫേസ്ബുക്കിലെ അമ്മാവന്മാർ മെയിനായിട്ട് ഇവരെന്തേലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിനെ വിമർശിക്കണം, എൻ്റെ തോലിയൊക്കെ ചലിപ്പിക്കണം, ഞാനങ്ങനെ വലിയ ആളാവണം എന്ന് വിചാരിച്ച് കുറേ പോസ്റ്റ് അങ്ങനെ ഇടും. ഈ ഒരു മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ ചുമ്മാ വന്ന് കയറി വന്ന ആളല്ല. അയാളുടെ കഴിവ് കൊണ്ട് ഇത്രയും കാലം മലയാള സിനിമ വാണ ഒരു രാജാവാണ്, ഒരു കിങ് ആണ്. ആ കിങ്ങിനെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇപ്പൊ എന്തായി? പിണറായി വിജയൻ തന്നെ പറഞ്ഞു ഇതിലൊരു കാര്യമില്ല, കാരണം മമ്മൂട്ടിയുടെ ഉദ്ദേശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. നിങ്ങൾക്കെതിരെ ആര് സംസാരിച്ചു കഴിഞ്ഞാലും അതപ്പോൾ തന്നെ ഒരു പാർട്ടിക്കെതിരാവുന്ന എങ്ങനെയാണ്? ഓരോ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യണം. ഇപ്പം വയനാട് ടൗൺഷിപ്പിൽ ഒരു മഹാനടൻ സന്ദർശിക്കുന്ന ഒരു ആസ്പെക്റ്റിൽ എടുത്ത് നോക്കുകയാണ്, ഒരു പ്രശ്നമില്ല. അവിടെ ഒരു പൊളിറ്റിക്സ് കുത്തിക്കയറ്റുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഈ വയനാടിൽ ദുരന്തം സംഭവിച്ച സമയത്ത് നമ്മളെ സഹായിച്ച ആൾക്കാർ ഒരുപാട് മതക്കാരും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും വകവെക്കാണ്ട് ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് വരുമ്പോൾ അവിടെ ഒരു പൊളിറ്റിക്സ് കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പം വെറുതെ സഖാക്കൾ വെറുതെ നാറുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഔചിത്യബോധം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഏത് സ്ഥാനത്ത് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ പോയപ്പോൾ മമ്മൂട്ടി ഔചിത്യപരമായിട്ട് സമീപിച്ചപ്പോൾ ഈ പറഞ്ഞ റഫീഖിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മോശമായിട്ടുള്ള രീതി, അത് മോശം എന്ന് പറയാനൊന്നുമില്ല. ഒരു പാർട്ടി വക്താവിന് മമ്മൂട്ടി ഒരു പാർട്ടിയുടെ അനുഭാവിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതായിരിക്കാം. പുള്ളിക്കാരൻ അതിൽ ഖേദമുണ്ട്. പുള്ളിക്കാരൻ ഖേദം പറഞ്ഞു, മമ്മൂട്ടി ഖേദം പറഞ്ഞു, പിണറായി വിജയൻ പറഞ്ഞു. പക്ഷെ ഇതൊന്നും അറിയാണ്ട് കഥയറിയാണ്ട് ആട്ടം തുള്ളുന്ന കുറേ പോരാളികളുണ്ട്, ഈ സൈബർ സഖാക്കൾ. അവര് കാരണമാണ് ഇപ്പം വെറുതെ ഓരോ പ്രശ്നം എന്തേലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഞാനൂല് പോലെ പിടിച്ച് ഇഷ്യൂസ് ഉണ്ടാക്കും. ഇപ്പൊ വല്ല കാര്യമുണ്ട്. ഇപ്പൊ സംഭവം സോൾവ് ആയി. ഇപ്പൊ ഇവര് വെറുതെ ആയി. കാരണം ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കലിതുള്ളി എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ നടക്കുന്നത്? ഇപ്പൊ ഒരു കാര്യമില്ലല്ലോ. ഇപ്പം ഈ സംഭവം പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഇനിയെങ്കിലും നിർത്തുക. ഈ വേണ്ടാത്ത എന്തേലും ബ്ലാ എന്ന് പറയുമ്പോൾ ബ്ലാ തുരുത്ത്, അതുപോലെ ഇരിക്കുന്നതിന് മുമ്പ് കാലിടുന്ന പരിപാടി നിർത്തിയിട്ട് ഇനി വിവേകപൂർവ്വം ഏത് സമയത്ത് എന്ത് പ്രവർത്തിക്കണം, എന്ത് പറയണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഞാൻ സൈബർ സഖാക്കളെ മാത്രമല്ല പറയുന്നത്, ഒരുപാട് അമ്മാവന്മാർ കുറേ ആൾക്കാർ മമ്മൂട്ടിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിനൊക്കെ നമുക്ക് കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പം ബൈ.